ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ മഴക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മഴയൊക്കെ ആയിട്ട് എല്ലാവരും മൂടി പുതച്ച് കിടന്നുറങ്ങുമായിരിക്കും അല്ലേ. ലോക്ക്ഡൗണുമായിട്ട് നമുക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല, ആകെ മൊത്തം ബോറടിച്ചിരിക്കുകയാണ് എല്ലാവരും വീട്ടിൽ. അപ്പോൾ തയ്യാറാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കർണാട്ടിക് സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്, ഗോളിബജി എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗോളിബജി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇനി 1/2 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് മൈദയിലോട്ട് 1/2 കപ്പ് കടലപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററും അല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററും അല്ല. ഞാൻ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളതൊന്ന് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുത്താൽ മതി. ഇത്രയും ലൂസിലുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എണ്ണയിലോട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് കോരിയെടുക്കുന്ന ആ ഒരു പരുവം ആയാൽ മതി. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ തയ്യാറാക്കി വെച്ചാൽ മതി. ഇല്ല, രാവിലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രി തയ്യാറാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി സ്റ്റിക്കി ആയിട്ടുള്ള ബാറ്റർ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയും ലൂസ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോളിബജി കട്ടിയായി പോവും. അപ്പോൾ ഇത്രയും ലൂസ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മാവ് ഇതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുളകൾ പോലെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. റൗണ്ട് ഷേപ്പ് തന്നെ എല്ലാം വരണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറ്റുന്നത്ര റൗണ്ട് ഷേപ്പാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ബോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എണ്ണയിൽ ഇടുമ്പം നമ്മൾ ഇട്ട് കൊടുത്തതിനേക്കാളും നേരെ ഡബിൾ ആവുന്നുണ്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തപ്പം. അപ്പോൾ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും കുക്കാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും, എന്നാൽ ഉൾഭാഗം വേവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇടുക കേട്ടോ. അപ്പോൾ ചിലതൊക്കെ ഷേപ്പ് ബോംബ് പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ചിലർക്ക് നല്ല രീതിയിൽ നല്ല റൗണ്ടായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ചിലത് റൗണ്ടായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാം കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് നമ്മുടെ തേങ്ങാ ചട്നി തന്നെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാ ചട്നിയുടെ കൂടെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാലും ഞാൻ പറയുമ്പോൾ പോലെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.